അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് ട്രെയിലർ ഒക്കെ കണ്ട് എല്ലാവരും വണ്ടർ അടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് ട്രെയിലർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഒരൊറ്റ ക്യാരക്ടറിനെയാണ്. അതെ, സാക്ഷാൽ വിക്ടർ വോൺ ഡൂം എന്ന ഡോക്ടർ ഡൂമിനെ. ഡോക്ടർ ഡൂം ഏത് യൂണിവേഴ്സിൽ നിന്നുമാണ് എത്തുന്നതെന്നും ഡോക്ടർ ഡൂമിനും ദ ഫാന്റാസ്റ്റിക് ഫോറിനും തമ്മിൽ എന്താണ് ബന്ധമെന്നും എന്ത് കാരണത്താലാണ് ഡോക്ടർ ഡൂം റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഒക്കെയുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ ഒരുവിധം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് ട്രെയിലറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് ട്രെയിലറിലെ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ മൾട്ടിവേഴ്സിനെ കോൺക്വർ ചെയ്യാൻ ഡോക്ടർ ഡൂം ഒറ്റയ്ക്കല്ല എത്തുക. അദ്ദേഹത്തോടൊപ്പം തന്നെ ലാറ്റ്വേറിയൻ വിച്ചസ് ഉണ്ടാകും. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുന്നത് വരെയും നമ്മൾ വിചാരിച്ചത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ വെച്ച് മീറ്റ് ചെയ്തത് ഡോക്ടർ ഡൂം ആണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂമിനെ അല്ലായിരുന്നു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ അടുത്ത് നമ്മൾ കണ്ടത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാം. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ നമ്മൾ കണ്ട ഡോക്ടർ ഡൂമിന്റെ മാസ്ക് അല്ലെങ്കിൽ ഹെൽമെറ്റ് അല്ല ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കണ്ട ആ ക്യാരക്ടറിന്റെ ഹെൽമെറ്റ്. ആ രണ്ട് മാസ്കും അല്ലെങ്കിൽ ആ രണ്ട് ഹെൽമെറ്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡോക്ടർ ഡൂം അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്തത്? റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിനോടൊപ്പം ഒരു ലാറ്റ്വേറിയൻ വിച്ച് ഉണ്ടാകുമെന്നാണ്. ആ ലാറ്റ്വേറിയൻ വിച്ച് ആരാണെന്നൊന്നും മാർവൽ സ്റ്റുഡിയോസ് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കോമിക്കോണിൽ ലാറ്റ്വേറിയൻ വിച്ചിന്റെ ഫുൾ കോസ്റ്റ്യൂം ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കോമിക്കോണിൽ നമ്മൾ കണ്ട ആ ലാറ്റ്വേറിയൻ വിച്ചിന്റെ മാസ്കിന് സമാനമായ അതേ മാസ്ക് തന്നെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്യുന്ന ആ മിസ്റ്റീരിയസ് ക്യാരക്ടറിന്റെ കയ്യിലും ഇരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഗ്രീൻ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയൻ വിച്ചിന്റെ കാര്യം മാത്രമാണ്. ഗ്രീൻ കളർ ലാറ്റ്വേറിയൻ വിച്ചിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് വിച്ചുകൾ കൂടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യും. അതിലൊന്ന് പർപ്പിൾ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയൻ വിച്ചും മറ്റൊന്ന് ബ്രൗൺ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയൻ വിച്ചുമാണ്. ഇവരോടൊപ്പം തന്നെ ലാറ്റ്വേറിയൻ വിച്ചുകളുടെ ലീഡർ എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു ക്യാരക്ടറിന്റെ ഫോട്ടോസും ഇപ്പോൾ ഇന്റർനെറ്റിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. സോ ആരൊക്കെയാണ് ഈ ലാറ്റ്വേറിയൻ വിച്ചസ് എന്നും ലാറ്റ്വേറിയൻ വിച്ചസ് ആയിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്നത് MCUവിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആകാമെന്നും ലാറ്റ്വേറിയൻ വിച്ചസിന്റെ ലീഡർ ആരാണെന്നുമൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഈ 4 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആദ്യത്തെ ക്യാരക്ടർ ബോറിസ് ആണെന്നാണ് പറയപ്പെടുന്നത്. കോമിക്സിൽ ഡോക്ടർ ഡൂമിന്റെ റൈറ്റ് ഹാൻഡ് മാനും വിശ്വസ്തനായ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഡോക്ടർ ഡൂമിന്റെ ചീഫ് അഡ്വൈസറും ട്രസ്റ്റഡ് കോൺഫിഡൻസിൽ ഒരാളുമൊക്കെയാണ് ബോറിസ് എന്ന ക്യാരക്ടർ. കോമിക്സിൽ നമ്മൾ കണ്ട ബോറിസിനെ ആയിരിക്കില്ല മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആക്ച്വലി MCUവിൽ ബോറിസ് എന്ന ക്യാരക്ടറായിട്ട് എത്താൻ പോകുന്നത് സാക്ഷാൽ ഡോക്ടർ സ്ട്രേഞ്ച് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത വരാൻ തന്നെ ഒരു പ്രത്യേക കാരണം തന്നെയുണ്ട്. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ലീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആർട്ടിൽ ഡോക്ടർ ഡൂമിന്റെ വൈഫിനും മകനുമൊപ്പം അദ്ദേഹത്തിന്റെ പക്കൽ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് മാനായിട്ട് നിൽക്കുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. എങ്ങനെയാകാം ഡോക്ടർ സ്ട്രേഞ്ച് ഡോക്ടർ ഡൂമിന്റെ റൈറ്റ് ഹാൻഡ് മാനായിട്ട് മാറാൻ പോകുന്നത്? പറയാം. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലാണ് ഇൻകർഷൻ എന്താണെന്നും ഇൻകർഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഇൻകർഷൻ സംഭവിക്കുന്ന യൂണിവേഴ്സിന് എന്തൊക്കെ വിനാശമാകാം സംഭവിക്കുക എന്നുമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മൾ കണ്ട പല സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ മൾട്ടിവേഴ്സിന് തന്നെ ഏറ്റവും വലിയ ത്രെറ്റ് ആകാൻ സാധ്യതയുള്ളത് സാക്ഷാൽ ഡോക്ടർ സ്ട്രേഞ്ച് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എർത്ത് 838ലെ ഡോക്ടർ സ്ട്രേഞ്ച് ഡാർക്ക്ഹോൾഡിനെ പൊസസ് ചെയ്തിട്ടാണ് താനോസിനെ ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്ത്
കൊന്നുകളയുന്നത്. സോ ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഹെവി ആയിട്ടുള്ള ഇന്റർഫിയറൻസ് കാരണം റിയാലിറ്റിയുടെ റൂൾസ് തന്നെ ബ്രേക്ക് ആവുകയും അത് ഇൻകർഷൻ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ പ്രവൃത്തി എർത്ത് 838 സമീപമുള്ള മറ്റൊരു യൂണിവേഴ്സ് നശിക്കാൻ ഇടയാക്കുന്നു. സോ ആ കാരണം കൊണ്ട് തന്നെ താനോസിനെ ഡിഫീറ്റ് ചെയ്ത ശേഷം എർത്ത് 838 ഇല്ലൂമിനാറ്റി എന്ന ടീം ഡോക്ടർ സ്ട്രേഞ്ചിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ അവസാനത്തോടെ വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ചിനെ നേരിടാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഡാർക്ക് ഹോൾഡിനെ പൊസസ് ചെയ്ത് ഡാർക്ക് ഹോൾഡിന്റെ സഹായത്തോടെ മരണപ്പെട്ടു പോയ ഒരു വേരിയന്റ് ആയ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ബോഡിയെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടല്ലോ. ഡാർക്ക് ഹോൾഡിനെ പൊസസ് ചെയ്തതുകൊണ്ടും തന്റെ തന്നെ മരണപ്പെട്ടു പോയ ഒരു വേരിയന്റിന്റെ ബോഡിയെ ടേക്ക് ഓവർ ചെയ്ത് ഡ്രീം വോക്ക് ചെയ്തതുകൊണ്ടും ഡോക്ടർ സ്ട്രേഞ്ചിന് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഡാർക്ക് ഹോൾഡിന്റെ ഉപയോഗം കൊണ്ടും മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ബോഡിയെ ടേക്ക് ഓവർ ചെയ്ത് ഡ്രീം വോക്ക് ചെയ്തതുകൊണ്ടും സോൾ ഓഫ് ദ ഡാംഡ് നിലനിൽക്കുന്നതിനാലുമാണ് എർത്ത് 616 ഡോക്ടർ സ്ട്രേഞ്ചിന് തേർഡായി ലഭിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഡോക്ടർ സ്ട്രേഞ്ചിന് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഡാർക്ക് ഹോൾഡ് എന്ന ബുക്കിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴും കാണാപ്പാടമായിരിക്കണം. ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോർമാമുന്റെ നീസായ ക്ലിയ വന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, Dr. Strange, you caused an incursion and we're gonna fix it. എന്നാലും ഏത് യൂണിവേഴ്സിലാകാം ഡോക്ടർ സ്ട്രേഞ്ച് കാരണം ഇൻകർഷൻ ഉണ്ടായത്? ഒരുപക്ഷെ ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊണ്ടുപോകാൻ വന്ന ക്ലിയ ഡോക്ടർ ഡൂമിന്റെ ലാറ്റ്വേറിയം വിച്ചസിൽ ഒരാളായിരിക്കുമോ? ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ക്ലിയയുടെ കോസ്റ്റ്യൂം പർപ്പിൾ കളറിലാണ് കാണപ്പെടുന്നത്. റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ലാറ്റ്വേറിയം വിച്ചസിലെ പർപ്പിൾ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച് ഒരുപക്ഷെ ക്ലിയ എന്ന ക്യാരക്ടർ ആകുമെന്നാണ്. ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള സോഴ്സറർ ആണ് ക്ലിയ. പർപ്പിൾ മാജിക് പ്രയോഗിക്കാൻ സാധിക്കുന്ന ക്ലിയയുടെ പക്കൽ ഒരു പ്രത്യേക തരം മിസ്റ്റിക് ബ്ലേഡ് ഉണ്ട്. ആ മിസ്റ്റിക് ബ്ലേഡ് ഉപയോഗിച്ച് ക്ലിയയുടെ ഡയമെൻഷനായ ഡാർക്ക് ഡയമെൻഷനിലേക്ക് പോർട്ടൽ ഓപ്പൺ ആക്കാൻ അവൾക്ക് സാധിക്കും. ഒരുപക്ഷെ ഡാർക്ക് ഡയമെൻഷനിൽ നിന്ന് പവേഴ്സ് സ്വന്തമാക്കാനാകാം ഡോക്ടർ ഡൂം തന്റെ ലാറ്റ്വേറിയം വിച്ചസിൽ ക്ലിയയെ കൊണ്ടുവന്നത്. അതേ ക്ലിയ എന്ന ക്യാരക്ടറിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാകാം തന്റെ ടീമിലേക്ക് ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡോക്ടർ ഡൂം ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ടിയ ലാറ്റ്വേറിയം വിച്ചാണ് ബ്രൗൺ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച്. റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ബ്രൗൺ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച് വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് ആയിരിക്കാമെന്നാണ്. ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ തന്നെ മൾട്ടിവേഴ്സിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്ത വ്യക്തിയാണ് സ്കാർലറ്റ് വിച്ച്. ഡാർക്ക് ഹോൾഡിനെ പൊസസ് ചെയ്തുകൊണ്ട് മൾട്ടിവേഴ്സിലുള്ള തന്റെ മറ്റൊരു വേരിയന്റിനെ ഡ്രീം വോക്ക് ചെയ്ത് ടേക്ക് ഓവർ ചെയ്ത് അവളെ കൺട്രോൾ ചെയ്യാൻ സ്കാർലറ്റ് വിച്ച് ശ്രമിച്ചതാണ്. ഒരുപക്ഷെ ഡോക്ടർ സ്ട്രേഞ്ചിനേക്കാൾ കൂടുതൽ വാണ്ട മാക്സിമോഫിന് ഡാർക്ക് ഹോൾഡിനെ പറ്റി അപാരമായ ജ്ഞാനം ഉണ്ടാകാം. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ അവസാനത്തോടെ ഡാർക്ക് ഹോൾഡിനെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്വയം ഇല്ലാതാവുകയാണ് സ്കാർലറ്റ് വിച്ച്. സ്കാർലറ്റ് വിച്ച് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയാകാം ഡോക്ടർ ഡൂമിന്റെ ടീമിൽ ജോയിൻ ചെയ്യുക? ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ മരണത്തിലേക്ക് പോയ സ്യൂസ്റ്റോമിനെ അവളുടെ മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് റെസറക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. റിയാലിറ്റി വാർപ്പിംഗ്, റെസറക്ഷൻ പോലെയുള്ള വളരെ ശക്തമായ വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പവേഴ്സ് ഒക്കെയുള്ള ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തട്ടിക്കൊണ്ട് പോകാൻ തന്നെയാകാം ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാറ്റ്വേറിയം വിച്ചോ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പക്കലേക്ക് എത്തിയത്. ഒരുപക്ഷെ ഇതേ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പവേഴ്സ് ഉപയോഗിച്ചാകാം ഡോക്ടർ ഡൂം സ്കാർലറ്റ് വിച്ചിനെ റിവൈവ് ചെയ്ത് തന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. നാലാമതായിട്ട് എടുത്തു പറയേണ്ടിയ ലാറ്റ്വേറിയം വിച്ചാണ് ഗ്രീൻ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച്. റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഗ്രീൻ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച് ലേഡി ലോക്കി എന്നറിയപ്പെടുന്ന സിൽവി ആയിരിക്കാമെന്നാണ്. ലോക്കി അവൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും, അതായത് മൊത്തം മൾട്ടിവേഴ്സിന് വേണ്ടിയും ചെയ്ത ത്യാഗം അല്ലെങ്കിൽ ആ സാക്രിഫൈസ് സിൽവി കണ്ടില്ലെന്ന് നടിക്കുമോ? സിൽവി ലോക്കിയെ ബിട്രേ ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ആ കാരണം കൊണ്ട് തന്നെ ലാറ്റ്വേറിയം വിച്ചസിൽ ഗ്രീൻ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച് ആരാണെന്ന് കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഗ്രീൻ കളർ കോസ്റ്റ്യൂം ധരിച്ച ലാറ്റ്വേറിയം വിച്ച് സിൽവി അഥവാ ലേഡി ലോക്കി ആയിരിക്കുമോ? നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ക്യാരക്ടർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡോക്ടർ ഡൂമിനെ സെർവ് ചെയ്യുന്ന ലാറ്റ്വേറിയം വിച്ചുകൾ സാധാരണ ക്യാരക്ടേഴ്സ് ആവില്ല. ആ ലാറ്റ്വേറിയം വിച്ചുകൾ വളരെ പവർഫുൾ ആയിരിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള സോഴ്സറേഴ്സും വിച്ചസുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയ ഡോക്ടർ സ്ട്രേഞ്ചും ക്ലിയയും സിൽവിയും സ്കാർലറ്റ് വിച്ചും ഒക്കെ ഡോക്ടർ ഡൂമിനോടൊപ്പം ചേരുകയാണെങ്കിൽ ഡോക്ടർ ഡൂമിനെ തടയുക എന്നത് അസാധ്യമായ കാര്യമായിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കുമോ ഡോക്ടർ ഡൂമിന്റെ ലാറ്റ്വേറിയം വിച്ചസ് ആയിട്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്?
അതോ മറ്റേതെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കുമോ? ഓർക്കുക, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ റിലീസ് ആകുന്നത് വരെ ഇതെല്ലാം റൂമേഴ്സും തിയറീസും മാത്രമായിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റിയുള്ള തിയറീസ് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.